ഇവാനിയോസ് തിരുമേനി ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, അതായത് മലങ്കര സഭയെ രാഷ്ട്രീയമായി ഛിന്ന ഭിന്നമാക്കി, സംഘടനാപരമായി ക്ഷയിപ്പിച്ചു. ഏറ്റവും വലിയ ദ്രോഹം ഈ മലങ്കരയ്ക്ക് ചെയ്തത് ഈ PT ഗീവറീസ് അച്ഛനാണ്. ഏറ്റവും വലിയ ദ്രോഹം. നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ദ്രോഹം എന്താന്ന്? നമുക്ക് കിട്ടിയ പൗരാണികമായ അപ്പോസ്തോലികമായ കിഴക്കിന്റെ ഉപദേശം. ഈ കിഴക്കിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ നിക്കാ സുന്നോദോസ് ഞാൻ പറഞ്ഞു 318 പിതാക്കന്മാർ പങ്കെടുത്തതിൽ കേവലം 5 പേർ മാത്രമാണ് വെസ്റ്റിൽ നിന്ന് വന്നേ. ബാക്കി 313 പേരും ഈസ്റ്റിൻ്റെതായിരുന്നു. അപ്പൊ ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് അതിനെ തകർത്ത് കളയുന്ന വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്, വികലമായ അപക്വമായ സുവിശേഷവും ദൈവദർശനവും. അപ്പൊ അത് പലരും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷുകാരുടേതായ സുവിശേഷം, ആ സുവിശേഷം, അതാണ് ഇപ്പൊ ഇവാഞ്ചലിക്കൽ. ഇന്നിപ്പോ നമുക്ക് കേരളത്തില് ബെന്തക്കോസ്ത ബ്രദറൻ അങ്ങനെയൊക്കെയുള്ള വിഭാഗക്കാരുണ്ട്. അവരുടെ പാട്ടുകൾ, അവരുടെ പ്രസംഗങ്ങൾ. ഇന്നലെ ഒരാളിനോട് ചോദിച്ചു. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കത്തോലിക്ക സഭയാവട്ടെ, യാക്കോബായ സഭയാവട്ടെ, ഓർത്തഡോക്സ് സഭയാവട്ടെ, മാർത്തോമ സഭയാകട്ടെ, ഇങ്ങനെ ഒരു ഭേദവുമില്ലാതെ ഈ കുപ്പായമിട്ട വൈദികർ, സ്ഥാനവസ്ത്രങ്ങളുള്ള വൈദികർ പ്രസംഗിക്കുന്നത് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ബോധ്യങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങളാണ്. സത്യമായിട്ടും ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഒരച്ഛൻ നിന്ന് പള്ളിക്കകത്ത് പാടുക. ഞാൻ എൻ്റെ വീഡിയോ കണ്ട കമന്റ് ഇട്ടു. അദ്ദേഹം പാടുന്ന ഇതാണ്. അദ്ദേഹം തന്നെയല്ല, ഒരു 5-6 അച്ഛന്മാർ ചേർന്ന്, സുറിയാനിക്കാർ അച്ഛന്മാർ ചേർന്ന് പാടുക. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നിതാ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നിതാ. വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നിതാ. നല്ല പാട്ടാണ്. എന്റെ കണ്ണ് നിറഞ്ഞുപോയി. പക്ഷെ സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുറിയാനി സഭ സിയോനെ കാണുന്ന എങ്ങനെയാ? ഇപ്പം നോമ്പ് തുടങ്ങിയിരിക്കുകയാണ്. കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് വരും നമ്മൾ. അപ്പോ പാടേണ്ടി വരും. എന്താണ്? സിയോനെ മശീഹായെ ക്രൂശിച്ചവളെ. അപ്പൊ സിയോനെ മശീഹായെ ക്രൂശിച്ചവളെ. ബോധ്യം കണ്ടോ? ഒന്ന്, സിയോനിലോട്ട് പോവാണ്. സിയോനെ ഞാൻ കാംക്ഷിക്കുന്നു, സിയോനെ ഞാൻ സ്നേഹിക്കുന്നു, സിയോനിലേക്ക് ഞാൻ പോകുന്നു. ഇവിടെ പറയുന്നു സിയോൻ എന്താണ്? മശീഹയെ ക്രൂശിച്ചവളാണ്. ഉത്ഥാനം ചെയ്ത മശീഹ സിയോനെ നശിപ്പിച്ചു, സഭയെ പാണീഗ്രഹണം ചെയ്തു എന്നാണ് നമ്മൾ ഉയർപ്പ് പെരുന്നാൾ വരുമ്പോഴേക്കും ഗിംദ്യായുടെ ഗീതം പാടുന്നത്. അപ്പൊ സിയോൻ മശീഹയെ ക്രൂശിച്ചവളാണെന്നും മശീഹ സിയോനെ നശിപ്പിച്ചുവെന്നുള്ള പൗരാണികവും പൗരസ്ത്യവും അപ്പോസ്തോലികവും ആധികാരികവുമായ വിശ്വാസ ബോധ്യങ്ങളെ തകിടം മറിക്കുന്ന വികലമായ പെന്തക്കോസ്ത് ചിന്തയിൽ നിന്നുണ്ടായ പാട്ടുകളാണ് അച്ഛന്മാർ പോലും പാടുന്നത്. സിയോനിലോട്ട് പോകാന്ന്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് വന്നത്? മലങ്കരയിലെ സുറിയാനി സഭയ്ക്ക് എപ്പോഴാണ് സത്വബോധവും വിശ്വാസവും ദൈവശാസ്ത്രവും എല്ലാം നഷ്ടപ്പെട്ടത്? ഇത് മുഴുവൻ നഷ്ടപ്പെട്ടതിന്റെ കാരണം PT ഗീവറീസ് അച്ഛൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ വ്യക്തിപരമായ സ്വാർത്ഥതയും ദുരാശയും കൊണ്ടാണ്. വ്യക്തിപരമായ പ്രൊമോഷൻ, പണം, ശമ്പളം, സ്ഥാനമാനങ്ങൾ, ഇതിനു വേണ്ടിയുള്ള വലിയ ഓട്ടമായിരുന്നു. അങ്ങനെയാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെ തകിടം മറിച്ചുകൊണ്ട് MT സെമിനാരിയുടെ പ്രിൻസിപ്പളാകുന്നു. കണ്ടത്തിൽ വർഗീസ് മാപ്പിള MT സെമിനാരിയുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം കവർന്നുകൊണ്ട് വട്ടശ്ശേരി ദീവന്നാസിയോസിന്റെ ഒത്താശയോടുകൂടെ, ഈ വട്ടശ്ശേരി ദീവന്നാസിയോസിന്റെ ഒരു എന്താണ് ശിൽബന്തിന്നോ ഒക്കെ വേണേ പറയാം. PT രണ്ടുപേരും എപ്പം നോക്കിയാൽ രണ്ടുപേരും ഒരുമിച്ച.
ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് നമ്മുടെ ഒരുമാതിരി ഈ ഗേ കപ്പിൾസ് നടക്കുന്നല്ല, അവരിങ്ങനെ ഒരുമിച്ച് എപ്പോഴും പൊക്കോണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു സ്നേഹബന്ധം ഉള്ളത് കൊണ്ട് ബന്ധുകുടുംബമാണെങ്കിൽ പോലും വർഗീസ് മാപ്പിളയുടെ വെട്ടി അയാളുടെ തലയ്ക്ക് മുകളിലൂടെ PT ഗീവർഗീസിനെ MG സെമിനാരിയുടെ പ്രിൻസിപ്പളാക്കി. അങ്ങനെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കൈവശം വെച്ചിരുന്ന ഹെഡ് മാസ്റ്ററുടെ അവകാശങ്ങളും അധികാരങ്ങളും ഓരോന്നായി PT ഗീവർഗീസ് അച്ഛനിലേക്ക് പോകുന്നത് സങ്കടത്തോടെയും വ്യസനത്തോടെയും നിസ്സഹായതയോടെയും നോക്കി നിന്ന വർഗീസ് മാപ്പിള പൊട്ടിത്തെറിക്കുമെന്നും, അപ്പോൾ തനിക്ക് മുൻപേ വർഗീസ് മാപ്പിളയോടുണ്ടായിരുന്ന വൈരാഗ്യം ശരിക്കും എന്ത് ചെയ്യാം, പ്രതികാരത്തിലേക്ക് കൊണ്ടുവരാമെന്നും കരുതി നിന്ന വട്ടശ്ശേരി ദീപന്നാസിയോസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനിതര സാധാരണമായ മൗനം പാലിച്ചു വർഗീസ് മാപ്പിള എന്നാണ് പുസ്തകങ്ങളിൽ ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർഗീസ് മാപ്പിള മിണ്ടിയില്ല. സങ്കടം ഉള്ളിലടക്കി. ഉള്ളിൽ സങ്കടമുണ്ടട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മൾ പിന്നെയും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് വർഗീസ് മാപ്പിള ഹൃദയവേദനയോടെ MG സെമിനാരിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ MG സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് PT ഗീവർഗീസ് അച്ഛൻ വാഴുമ്പോൾ പണ്ടൊരു ഉറുമ്പ് ഇങ്ങനെ പോയപ്പോൾ ഒരു പൊടിയരി കണ്ടു. ആ പൊടിയരി ഉറുമ്പ് എടുത്തോണ്ട് പോയി. കുറച്ച് ദൂരം ഇങ്ങനെ പോകുമ്പോൾ ഒരു നെടിയരി കിടക്കുന്നു, മുഴുവൻ അരി. അപ്പൊ ഉറുമ്പിന് സന്തോഷമായി. ഈ മുറിയരി ആയിട്ട് പോയതിൽ പൊടിയരി അവിടെ ഇട്ടു, നെടിയരി എടുത്തോണ്ട് ഉറുമ്പ് ഇങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പ് ഈ നെടിയരി കൊണ്ട് പോകുമ്പോൾ വലിയൊരു പരിപ്പ് കിടക്കുന്നുണ്ട്. പിന്നെ ആ പരിപ്പ് എടുക്കാൻ പോയി. ഇങ്ങനെ ഒരു നേഴ്സറി കഥയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ MG സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ PT ഗീവർഗീസ് അച്ഛൻ വാഴുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ സായിപ്പുമാര് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സായിപ്പുമാർ കൽക്കട്ടയിൽ വന്ന് സെറാംപൂരിൽ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. കൽക്കട്ടയ്ക്ക് സമീപമുള്ള സെറാംപൂരില് ഈ ഇംഗ്ലണ്ടിലെ സായിപ്പുമാരുടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ അമേരിക്കയിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് മിഷണറിയായ ജോൺ R. മോട്ട് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ജോൺ R. മോട്ട് വന്നിട്ട് ഒരു സമ്മേളനം നടത്തി. അത് എപ്പോഴും അമേരിക്കക്കാരുടെ ഒരു തന്ത്രമാണ്. അവരുടെ ഏറ്റവും വലിയ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു പരിപാടി നടക്കുമ്പോൾ ബാംഗ്ലൂർ ഒരു മീറ്റിംഗ്, ഈ മീറ്റിംഗ് വെച്ചിട്ട് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ലീഡേഴ്സിനെല്ലാം ലെറ്റർ അയക്കുകയാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു മീറ്റിംഗ്, തട്ടിക്കൂട്ട് മീറ്റിംഗിലാണ് ഈ ദേവലോകത്തെ ബാബ പോയി വീണത്. ഏതാ? നിക്കാ സുന്നോദോസിന്റെ 1700ാമത് വാർഷികം. ആരാ നടത്തുന്നത്? ചർച്ച് ഓഫ് ഇന്ത്യ. അതെവിടുത്തെ ചർച്ച? അതേത് ചർച്ച? വല്ലതും തെറിക്കോ? ക്ഷണം കിട്ടിയ പാടെ എടുത്ത് ചാടി പുറപ്പെട്ടു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിപ്പം നാട്ടിലൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ബാംഗ്ലൂർ ഒരു വലിയ ഫെസിലിറ്റി ബുക്ക് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള ലീഡേഴ്സിനെല്ലാം നല്ല മനോഹരമായ ഇൻവിറ്റേഷൻ അയക്കാം. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വണ്ടിക്കൂലിയും കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആളങ്ങ് ഇടിച്ചു കയറും. അപ്പൊ ഇതുപോലെ അന്നുകൊണ്ട് ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അമേരിക്കക്കാരുടെ. അപ്പൊ ഈ പറഞ്ഞ ജോൺ ആർ മോട്ട് കൽക്കട്ടയിൽ മീറ്റിംഗ് നടത്തി എല്ലാവർക്കും സമ്മേളനം അയച്ചു. അങ്ങനെ സമ്മേളനം അയച്ചു, എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചു. അപ്പൊ അതിൽ സംബന്ധിക്കുന്നതിന് എല്ലാവർക്കും മോട്ട് കത്തയച്ചിരുന്നു. ഈ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിൽ? എനിക്ക് അങ്ങനെ കത്ത്, ഞാൻ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് അമേരിക്കൻ മിഷണറിമാർ വരുമ്പം എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്. പെന്റക്കോസ്റ്റൽ ലീഡേഴ്സ് ഒക്കെ വന്നിട്ട്, ഇപ്പം മോറിസ് സെറുല്ലോയുടെ അല്ലെങ്കിൽ മൈക്കിൾ ഗ്രീന്റെ, അങ്ങനെ ഒത്തിരി പാസ്റ്റേഴ്സിന്റെ, റെയ്നാർഡ് ബോങ്കയുടെ, ബെനിഹിന്റെ ഒക്കെ ലീഡേഴ്സ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇൻവിറ്റേഷൻ അയക്കും. അപ്പൊ ഇങ്ങനെ ഇൻവിറ്റേഷൻ, ബില്ലി ഗ്രഹാം കോൺഫറൻസ്, അത് പിന്നെ ഫ്രാങ്ക്ഫോർട്ടിൽ വെച്ച് നടക്കും, അതിന്റെ ഇൻവിറ്റേഷൻ അങ്ങനെ കിട്ടുന്ന. അപ്പൊ അതുപോലെ ജോൺ ആർ മോട്ടിന്റെ ഇൻവിറ്റേഷൻ ഇങ്ങനെ ദേശത്ത് എല്ലാവർക്കും അയച്ചു. ഒരു ഇൻവിറ്റേഷൻ നമ്മുടെ കഥാപുരുഷന് കിട്ടി. ആർക്ക് കിട്ടി? വികടൻ വട്ടശ്ശേരിക്ക് ഒരു കത്ത് കിട്ടി. ഞാൻ പറയുമ്പോ വളരെ ബോധ്യമായിട്ടാണ് പറയുന്നത്. ആർക്ക് കത്ത് കിട്ടി? വികടൻ വട്ടശ്ശേരിക്ക് ഒരു കത്ത് കിട്ടി. അപ്പൊ വികടൻ വട്ടശ്ശേരിക്ക് ആരുടെ കത്ത് കിട്ടി? മോട്ടിന്റെ കത്ത് കിട്ടി. ഏത് മോട്ടിന്റെ? ജോൺ ആർ മോട്ട്, അമേരിക്കൻ മിഷണറി ജോൺ ആർ മോട്ട് കത്തയച്ചു. ആർക്ക്? വികടൻ വട്ടശ്ശേരിക്ക് കിട്ടി. വികടൻ വട്ടശ്ശേരിയെ മോട്ടിനറിയോ? അറിയില്ല. എല്ലാ അലവലാദികൾക്കും കൂടെ പൊതുവായിട്ട് കത്തയച്ചുകൂടെ ഒരു കത്ത് കറങ്ങി തിരിഞ്ഞ് ഇയാൾക്കും കിട്ടി. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെ കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലാണെങ്കിൽ എനിക്ക് ഒത്തിരി കത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചിലതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കത്ത് കിട്ടി. ഈ ക്ഷണക്കത്ത് കിട്ടിയ ഉടനെ MA അച്ഛനും ഒന്നിച്ച് മാർ ദീപന്നാസിയോസ് സെറാംപൂരിന് പോയി. കാരണം ഈ കത്തിനകത്ത് എഴുതും, വരുന്നവർക്ക് യാത്രപ്പടി കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും രൂപ മേടിക്കാൻ പോകുന്ന, സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഒരു ട്രിപ്പ് കഴിക്കാം,
താമസവും ഭക്ഷണവും കുശാലാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു മീറ്റിംഗ് കിട്ടും, അതിൻ്റെ അടുത്തൊരു മീറ്റിംഗ് 3 day കോൺഫറൻസ്. അപ്പം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ മേക്ക് യുവർ സെൽഫ് അവൈലബിൾ ആൻഡ് യു വിൽ ഗോ. 90% ആളുകളും പോകും. അപ്പൊ അങ്ങനെ വട്ടശ്ശേരിയും MAHനും കൂട്ടുകൂടി നടക്കുന്നതിനിടയ്ക്ക് കൽക്കട്ട വരെ കറങ്ങി അടിക്കാൻ വേണ്ടിയുള്ള ഒരു സവാരി ഗിരിഗിരി അതിനുള്ള അവസരം കിട്ടിയപ്പോൾ അവർ രണ്ടുകൂടെ പോയി. സവാരി ഗിരിഗിരി. അപ്പൊ അവർ രണ്ടുകൂടെ കൽക്കട്ടയ്ക്ക് പോയി. എന്തിനു പോയി? പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസവും ഉപദേശവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്ത് പട്ടം മേടിച്ച ഒരുത്തനാണ് അമേരിക്കൻ പെന്തക്കോസ്ത് പാസ്റ്ററുടെ മീറ്റിംഗിൽ സംബന്ധിക്കാൻ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പുണ്യവാനാണെന്ന് പറഞ്ഞ് കോട്ടയത്ത് ഉരുട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വട്ടശ്ശേരി വികടൻ അത്ര പുണ്യവാനൊന്നുമല്ല. മലങ്കര സഭയെ ഒറ്റിക്കൊടുത്ത നീചനാണ്, അധമനാണ്, നിർഗുണനാണ്. ഇന്ന് അച്ഛന്മാര് കൈകൊട്ടി പെന്തക്കോസ് പാട്ട് പാടുന്നുണ്ട്. അതിന്റെ കാരണക്കാരൻ, മൂല കാരണക്കാരൻ ഈ വട്ടശ്ശേരിയാണ്. അങ്ങനെ MAHനും ഒന്നിച്ച് മാർ ദിവന്നാസ് സറാംപൂരിന് പോയി ഒരാഴ്ച നീണ്ടു നിന്ന പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ അവസരത്തിൽ ഈ വട്ടശ്ശേരിക്ക് അങ്ങനെ വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. അപ്പോ PT ഗീവറീസ് അച്ഛൻ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയും, MA വരെ പഠിച്ചല്ലേ. അങ്ങനെ PT ഗീവറീസ് അച്ഛൻ സെറാംപൂർ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന ഡോക്ടർ ഹൗവൽസുമായി പരിചയപ്പെട്ടു. അങ്ങനെ ഡോക്ടർ ഹൗവൽസിനെ ഇദ്ദേഹം സോപ്പിട്ടു. അങ്ങനെ ഡോക്ടർ ഹൗവൽസ് ചോദിച്ചു, നിങ്ങൾക്ക് സെറാംപൂർ കോളേജിൽ പ്രൊഫസറായിട്ട് വരാൻ താല്പര്യമുണ്ടോ? ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ, യാക്കോബായ വിഭാഗത്തിന്റെ സെമിനാരി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സെറാംപൂരില്ല. ഈ ബന്ധം വന്നത് എങ്ങനെയാണെന്നാ മനസ്സിലാക്കേണ്ടത്. ഈ ബന്ധം ഇങ്ങനെ മുറിച്ചു കളയാനുള്ള ആ ഒരു ധൈര്യം യാക്കോബായക്കാരെങ്കിലും കാണിക്കേണ്ടതാ. ഇപ്പോഴും ഇത് വെച്ചോണ്ടിരിക്കുന്നു. വന്ന ആ പിഴച്ച വഴി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ PT ഗീവറീസ് അച്ഛൻ എന്ത് ചെയ്യും? പെട്ടെന്ന് പുള്ളി മനസ്സിലൂടെ ചില കണക്കൂട്ടൽ നടത്തി. ഇവിടെ കോട്ടയത്ത് MD സെമിനാരിയുടെ പ്രിൻസിപ്പലായിട്ടിരുന്ന് എന്നാ കിട്ടും? ഇന്നത് കിട്ടും. കൽക്കട്ടയിൽ ചെന്ന് സായിപ്പിന്റെ കോളേജിൽ പ്രൊഫസറായാൽ MD സെമിനാരി പ്രിൻസിപ്പൾ ആയിരിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് പൈസ കിട്ടും. അതിനല്ല മറ്റു പല സാധ്യതകളുമുണ്ട്. ഇപ്പൊ കോട്ടയത്ത് ഇപ്പൊ കൊല്ലത്തിയുടെ വീട്ടിലൊക്കെ പോയാൽ പെട്ടെന്ന് ആളുകൾ കാണും. എന്തെല്ലാം കണ്ണുകളാ! CCTV ഇല്ലേ പോലും ആളുകളുടെ കണ്ണുകൾ അവിടെ ഇവിടെ ഇല്ലായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ്. കൽക്കട്ടയിൽ എല്ലാ കാര്യങ്ങൾക്കും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പൊ കൽക്കട്ടയ്ക്ക് വെച്ച് പിടിച്ചാൽ അങ്കവും കാണാം, താളി എത്ര വേണേലും ഓടിക്കാം. മനസ്സിലായോ? താളി എത്ര വേണേലും ഓടിക്കാം. അങ്ങനെ MD സെമിനാരി പ്രിൻസിപ്പളിനേക്കാൾ 10 മടങ്ങ് സ്ഥാനവും ശമ്പളവും ലഭിക്കുന്ന ഒരു ഉദ്യോഗമാണ് അതെന്ന് MAHന് നല്ലവണ്ണം അറിയാമായിരുന്നു. തന്നെയുമല്ല, കേരളത്തിൽ നിന്ന് ഒട്ടനേകം പേരെ സെറാംപൂരിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് അവരെ ഉത്കൃഷ്ട ബിരുദധാരികളാക്കി തീർക്കുക സാധിക്കുമെന്നും നിശ്ചയമുണ്ടായിരുന്നു. അങ്ങനെ മെത്രാപ്പോലിത്തായും PT ഗീവറീസ് അച്ഛനും കൂടെ ആലോചിച്ച് സെറാംപൂരിൽ അധ്യാപകനായി ചേർന്നു. സെറാംപൂരിൽ അധ്യാപകനായി ചേർന്നപ്പോ സായിപ്പ് ഒരു കണ്ടീഷൻ വെച്ചു. കേരളത്തിൽ പഴയ സെമിനാരിയിൽ നിന്ന് പാസ്സാകുന്ന വൈദിക വിദ്യാർത്ഥികളെ ഹൗവൽസ് ഒരു പരീക്ഷയിടും. ആ പരീക്ഷയിൽ പാസ്സാകുന്നവർക്ക് മാത്രമേ പട്ടം കൊടുക്കാവുള്ളൂ. ഈ കരാർ ദിവനാസ് എഗ്രി ചെയ്തു. അവിടെ തുടങ്ങി മലങ്കര സഭയുടെ ശാപം. പെന്തക്കോസ്ത് അടിമത്തം അവിടെ തുടങ്ങി. പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ അങ്ങനെ മലങ്കര സഭയിലേക്ക് കയറി. സായിപ്പുമാർക്ക് അറിയാമായിരുന്നു ഇവന്മാരെ നശിപ്പിക്കാം. ഇവരുടെ കുപ്പായ ഊരിക്കുകയും താടി പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഇവരുടെ അകത്തേക്ക് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും കയറ്റിവിട്ടാൽ മതി. അതുകൊണ്ട് എന്താണ്, കൗമാ ചൊല്ലുന്നതിന് മുമ്പ് വരെ ഒരു പാട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പോയി. അപ്പൊ ഒരച്ഛൻ വന്നു. അപ്പൊ അച്ഛൻ വന്നു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാൻ പറയാതെ വയ്യ കേട്ടോ. ചില ആളുകൾ ഇപ്പൊ ഇവൻ അച്ഛന്മാർ പോലും ഇപ്പൊ പ്രാർത്ഥിക്കുന്ന എനിക്ക് അത്ഭുതമാണ്. എനിക്കറിയത്തില്ല. അവര് വന്നിട്ട് തുടങ്ങുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം ഒന്ന് നിന്നേക്കാം. ഇങ്ങനെ തുടങ്ങണ്ടേ? ഇതിന് കാര്യം ആദ്യം ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധൻ. എനിക്ക് പിടിയിട്ടുന്നു, ഒന്നും പിടിയിട്ടു.
അപ്പോ അച്ഛൻ വന്നു. ഞാൻ പറഞ്ഞത് തൃത്വസ്തുതി ഇല്ല. അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ വന്നല്ലേ പ്രാർത്ഥിക്കാം. ഞാനും വളരെ ഭവ്യതയോടെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. എന്റെ പൊന്നോ, അച്ഛൻ നമ്മുടെ റാന്നിയിലെ ചാൾസ് എഴുതിയൊരു പാട്ട്. റാന്നിയിലെ ചാൾസ് ഇല്ലേ, ഞാൻ മാബൂക്കിലെ പീലക്സിനോസിന്റെയോ അലക്സാണ്ടറിലെ കൂർലോസിന്റെയോ അന്ത്യോക്യയിലെ സേവേറിയോസിന്റെയോ അല്ലെങ്കിൽ സെറൂഗിലെ യാക്കോബിന്റെയോ ഒരു വരിയായിരിക്കും അച്ഛൻ പാടും. നമുക്കൊരു പാട്ടിന്റെ വരി പാടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തായിരിക്കും അതിശ്രേഷ്ഠമായ കൗമാ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ടുള്ള അവതരണ ഗീതം എന്താണ്? അച്ഛൻ പാടി, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. കൂടെ വന്നവർക്കൊക്കെ നല്ല പരിചയം, അവരും പാടി. എനിക്ക് നല്ല പരിചയമുണ്ടത്, ഞാൻ പാടില്ല, കാരണം ഛർദിച്ചല്ലേ, എന്തൊരു വിഴുങ്ങുന്നേ. അപ്പൊ അങ്ങനെ അച്ഛൻ പാടി. അച്ഛൻ പാടി കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു വരാന്. അപ്പൊ തൃത്വസ്തുതി പോയി. സാധാരണ ഭാവായും പുത്രനും ശുദ്ധമുള്ള റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്നാ, അതില്ല. ഓർമ്മപ്പശയാണോ എന്താണോ? പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പം ഇപ്പൊ പലയിടത്തും പ്രാർത്ഥിക്കുമ്പോ ഇല്ല, ഇപ്പൊ തൃത്വസ്തുതി ഇല്ല, ചുമ്മാ ദൈവമേ നീ പരിശുദ്ധനാന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ നടക്കുന്ന എന്താ കാര്യമെന്ന്. ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി കൗമ ഇല്ലെങ്കിലും വേണ്ടില്ല, പെന്തോപ്പാട്ട് പാടണം. അത് ഉപദേശത്തിനും പാരമ്പര്യത്തിനും പിതാക്കന്മാരുടെ പഠിപ്പിക്കലിനും എതിരായിട്ടുള്ള ആശയങ്ങളുള്ളതാണ്. ഇത് ആർക്കറിയായിരുന്നു? ഹൗവൽസിന് അറിയായിരുന്നു. ഹൗവൽസ് സായിപ്പ് ഇത് മലങ്കര സഭയിലോട്ട് PT ഗീവറിസച്ചന്റെ അതുവഴി ദിവന്നാസിയോസിന്റെ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് കയറ്റിവിട്ടു. ഈ രണ്ട് കൾപ്രിറ്റ്സ് ഓർ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, 2 പാർട്ട്നേഴ്സ്, ഈ PT ഗീവറിസച്ചനും ദിവന്നാസിയോസും സായിപ്പിന്റെ കാശും മറ്റ് പല സംഗതികളും പ്രതീക്ഷിച്ച് ചെയ്ത അതിഹീനമായ ഒരു കർമ്മമാണ് മലങ്കര സഭയെ പ്രൊട്ടസ്റ്റന്റ് തൊഴുത്തിൽ കൊണ്ട കെട്ടി. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ PT ഗീവറിസച്ചൻ പിന്നീട് ഇവാനിയോസ് തിരുമേനി ആയിക്കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹത്തിന്റെ ആത്മകഥ ഗിരിദീപം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഗിരിദീപത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന വരി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനാൽ സെറാംപൂർ കോളേജിലേക്ക് പോവുകയോ പോകാതിരിക്കുകയോ എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ വാസ്തവം പറയുന്നതാകയാൽ നാം അസ്വസ്ഥനായി തീർന്നു കഴിഞ്ഞു. പലപ്പോഴും ഈ ഒരു വിചാരം തന്നെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. കുറെ ദിവസങ്ങളായിട്ടും രണ്ടിലേതെങ്കിലും ഒന്ന് തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് നാം വിഷമിച്ചിട്ടുണ്ട്. രണ്ടിനാൽ ഞരങ്ങി. മനസ്സിന്റെ ഈ ഒരു അസ്വാസ്ഥ്യം ഭക്ഷണത്തിനും പ്രവർത്തിക്കും എന്ന പോലെ ക്രമേണ ഉറക്കത്തിനും വിഘാതമായി തീരുവാൻ തുടങ്ങി. മനസ്സിലായോ? MT സെമിനാറിന്റെ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുകയാണ്. ഇത് രാജിവെക്കണമല്ലോ, കോട്ടയം ടൗണിൽ നിന്ന് പോകണമല്ലോ. അപ്പോൾ തന്നെ കൽക്കട്ടയിലെ കനത്ത ശമ്പളവും മറ്റിതര സുഖ സൗകര്യങ്ങളും മാടി മാടി വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ PT ഗീവറിസച്ചന് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു. ഇതാണ് ഒരു ആത്മീയൻ. സുറിയാനി സഭയുടെ സേവനമല്ലേ കൽക്കട്ടയിൽ പോയി ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എന്താണ് ഈ അട്രാക്ട് ചെയ്തത്? ചിന്തിക്കേട്ടോ, നിങ്ങൾ തന്നെ ചിന്തിക്കുക. അങ്ങനെ മനസ്സിന്റെ ഈ ഒരു അസ്വാസ്ഥ്യം ഭക്ഷണത്തിനും പ്രവർത്തിക്കും എന്ന പോലെ ക്രമേണ ഉറക്കത്തിനും വിഘാതമായി തീരുവാൻ തുടങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഹൃദയഫലകത്തിൽ ആവിർഭവിക്കുന്ന സെറാംപൂർ കോളേജും ഡോക്ടർ ഹൗവൽസുമായിരിക്കും. അന്നത്തേനും PT ഗീവറിസ് രാത്രിയിലൊക്കെ ഇരുന്ന് ഒന്ന് തൊടാനുള്ളിൽ മോഹം തീരാദാഹം ഒന്നുമില്ല. ഇവനെയൊക്കെ നിങ്ങൾ ആദ്യം ഈ സഭയുടെ ചരിത്രം പഠിക്കണം. ഇതെവിടെയാണ് തെറ്റിയത്? യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിലേക്കും ശരിയായ പാരമ്പര്യത്തിലേക്കും അവശേഷിക്കുന്ന മലങ്കര ക്രിസ്ത്യാനികൾ തിരിഞ്ഞു നടക്കേണ്ട കാലമാണിത്. ഇതുണ്ടോ എന്ന് നാം വിഷമിച്ചിട്ടുണ്ട്. മനസ്സിന്റെ ഈ ഒരു അസ്വാസ്ഥ്യം ഭക്ഷണത്തിനും പ്രവർത്തിക്കുമെന്ന പോലെ ക്രമേണ ഉറക്കത്തിനും വിഘാതമായി തീരുവാൻ തുടങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ഹൃദയഫലകത്തിൽ ആവിർഭവിക്കുന്നത് സെറാംപൂർ കോളേജും ഡോക്ടർ ഹൗവൽസുമായിരിക്കും. എന്താ ഈ ഹൗവൽസുമായിട്ട് ഇത്ര ബന്ധം? അനുക്ഷണം മെത്രാപ്പോലിത്ത തിരുമേനിയും MD സെമിനാരിയും മറുവശത്ത് നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും. കുറെ കാലമായി രാത്രി 5 മണിക്ക് ഉറക്കമുണരുക തഴക്കമായി തീർന്നിരുന്ന നമുക്ക് അതിനേക്കാൾ എത്രയോ നേരത്തെ എഴുന്നേൽക്കുവാൻ യാതൊരു വിഷമവും തോന്നുകയുണ്ടായി. കണ്ണും മിഴിച്ചു മലർന്നു കിടന്നുകൊണ്ട് മനോരാജ്യ സഞ്ചാരം ചെയ്യുന്നതിനേക്കാൾ പരമസുഖം അടുത്തുള്ള ചാപ്പൽ മുറിയിൽ പ്രവേശിക്കുകയാണെന്ന് നമുക്ക് തോന്നി. ഒരു വശത്ത് ദിവന്നാസിയോസ്, മറുവശത്ത് ഹൗവൽസ്. ഒരിടത്ത് ഹൗവൽസ്, അപ്പുറത്ത് ദിവന്നാസിയോസ്. PT ഗീവറിസച്ചന്റെ ഒരു മനസ്സിന്റെ വടംവലി
ഒരു വശത്ത് ഹൗവൽസ് മാടി മാടി വിളിക്കുന്നു, മോനെ ഗിവർഗീസ് വരൂ, മോനെ ഗിവർഗീസ് നിന്നെ നമ്മൾ കണ്ടിരിക്കണു, നീ ഇങ്ങോട്ട് വരൂ. അപ്പൊ ഹൗവൽസ് വിളിക്കുന്നു. അപ്പൊ ഇപ്പുറത്ത് ദിവന്നാസിയോസ്, പോകരുത് മോനെ, നിനക്ക് എന്താണ് ഇവിടെ കുറവ്, ഇവിടെ നിൽക്കൂ. അപ്പം ഈ പി ടി ഗീവർഗീസ് ദിവന്നാസിയോസിനും ഹൗവൽസിനും ഇടയിൽപ്പെട്ടു, വടംവലിക്കപ്പെടുകയാണ്. അവസാനം പുള്ളി സെറാമ്പൂരിൽ പോയി. അങ്ങനെ മലങ്കര സഭ സത്യവിശ്വാസത്തെ പണയം വെച്ചു. മലങ്കര സഭയുടെ ആത്മാഭിമാനത്തെയും ദർശനത്തെയും പൈതൃകത്തെയും പ്രൊട്ടസ്റ്റന്റ് തൊഴുത്തിൽ കൊണ്ട കെട്ടി. ഇന്നും ആ അടിമത്തം തുടരുന്നു. അങ്ങേയറ്റം അപമാനകരമായ ആ അടിമത്തം ഇന്നും തുടരുന്നു. സെറാമ്പൂർ ഗ്രാജുവേറ്റ്സ് ആയിട്ട് കുപ്പായമിട്ട് കുന്തിരിക്കമിട്ട ധൂപക്കുറ്റിയുമായിട്ട് പുരോഹിതർ മലങ്കര സഭയിൽ നിൽക്കുന്നു. സുറിയാനി സഭയുടെ പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, പിതാക്കന്മാരെ അവഹേളിച്ചുകൊണ്ട്, സഭയുടെ സഹതന്മാരെ പരിഹസിച്ചുകൊണ്ട് സെറാമ്പൂർ ഗ്രാജുവേറ്റ്സ് മലങ്കര സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നു. പുറമെ അവർ സുറിയാനിക്കാരെന്ന് തോന്നുന്നു, അകമേയോ പ്രൊട്ടസ്റ്റന്റ് വിഷം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ അപകടം എന്താണ്? മലങ്കര ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം നിങ്ങൾ എത്ര അപകടത്തിലാണ്. സത്യവിശ്വാസമല്ല അവർ ഗ്രഹിച്ചിരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് വിഷദ്രാവകം കുടിച്ച, പ്രൊട്ടസ്റ്റന്റ് വിഷപ്പുക തുപ്പുന്ന ആളുകളായിട്ട് അവർ നിൽക്കുക. അവരതാ പ്രസംഗിക്കുന്നു. ഇത് സംഭവിച്ചതിന്റെ റൂട്ട് ഇതാണ്. ഇനിയെങ്കിലും തിരുത്തുമ്പോ പുറകോട്ട് പോയി തിരുത്തണം. മനസ്സിലായോ? തിരുത്തുമ്പോ പുറകോട്ട് പോയി തിരുത്തണം. ഇതാണ് യാഥാർത്ഥ്യം.